എനിക്ക് ലഭിച്ചൊരു വലിയ ഭാഗ്യമാണത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നിരുന്നു വാഷിങ്ടൺ DC-യിൽ. അന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു യാത്രയായിരുന്നു അത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ഗവൺമെൻറ് ആയിരുന്നു. ശ്രീ നരേന്ദ്രമോദി PM ആയിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർഫെയ്ത്ത് മീറ്റിംഗ്. കേരളത്തിൽ അങ്ങനെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു മീറ്റിംഗ് ഗ്യാതറിംഗ് ഒക്കെ അവിടെ നടന്നിരുന്നു. ആ മീറ്റിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ഉണ്ടായിട്ടില്ല. ഇവർ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല. ഗുജറാത്തിലെയൊക്കെ ഇഷ്യൂവിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രിക്ഷൻ നടക്കുമ്പം ഇന്ത്യ അമേരിക്കൻ ഗവൺമെൻറ്റും തമ്മിലൊരു അത്ര ഈസിലി ഗോയിങ് അല്ലാത്തൊരു സമയത്തായിരുന്നു എൻ്റെ യാത്ര. അപ്പോൾ ആ മിനിസ്റ്റീരിയൽ കോൺഫറൻസിൽ നമുക്ക് ഈ ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളുടെയൊക്കെ, അതായത് ഒരു ഫുൾ ഇവൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ മീറ്റിങ്സ് പോലെ ഗ്യാതറിങ്സ് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ ഏഷ്യൻ കൺട്രീസ് എന്നുള്ള ഈ വിക്ടിംസിൻ്റെയൊക്കെ ഗ്യാതറിങ് നടന്ന സമയത്തൊക്കെ ഇന്ത്യനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ, ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളില്ല. അവർ ചോദിച്ചെങ്കിൽ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് സംസാരിക്കാനൊരവസരം ലഭിച്ചു. ഞാൻ എൻ്റെ വോയിസ് റേസ് ചെയ്തു. അവർ ഇന്ത്യനൊക്കെ കുറിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ കേൾക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ. അപ്പം ഐ മെയ്ഡ് മൈ സെൽഫ്, ഐ സെഡ് ദം, ഐ എം കമ്മിങ് ഫ്രം കേരള. കേരള ആസ് എ സദേൺ സ്റ്റേറ്റ് വെർ യു ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ ഫേസസ് ഓഫ് സെക്യുലാരിസം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇവിടെ അന്ന് ആരോ ഒന്ന് അവിടെ ഈ ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ കോട്ട് ചെയ്തിരുന്നു. ആ കോട്ട് ചെയ്ത സമയത്ത് എനിക്കത് പറയേണ്ടി വന്നു. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ വളരെ ആക്സിഡൻ്റലിയാണ് അവിടെ എത്തിപ്പെട്ടത്. എന്നെ ആരോ പറഞ്ഞയച്ച പോലെ, ഒരു മെസ്സഞ്ചർ പോലെയാണ് ഞാൻ എത്തിപ്പെട്ടത്. അപ്പം ഞാൻ ബാബറി മസ്ജിദ് ഇഷ്യൂവിനെ പറ്റി ആരോ കോട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. ഞാനിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിൽ ബാബറി മസ്ജിദ് ഇഷ്യൂ നടന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു സംഭവം എനിക്ക് പറയണമെന്നുണ്ട്. അമ്പലങ്ങളുള്ള, പള്ളികളുള്ള ഒരു സ്റ്റേറ്റാണ് എൻ്റേത്. ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജിയുടെ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, പ്രൊക്ലമേഷൻ നടത്തുകയാണ്, ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ടെമ്പിൾസ്, ഡോണ്ട് അലൗ എനിബഡി ടു അറ്റാക്ക് ദീസ് ടെമ്പിൾസ് ഡ്യൂറിങ് ദാറ്റ് ബാബറി മസ്ജിദ് ടൈം എന്ന് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഫുൾ സൈലൻ്റായി അതങ്ങ് പറഞ്ഞപ്പോൾ. കാരണം അവരുടെയൊക്കെ ബ്രെയിനിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പിക്ചർ അല്ലായിരുന്നു ഞാൻ സംസാരിക്കുന്നത്.